ഓം ഗം ഗുരുഭ്യോ നമ. ഹരിശ്രീ ഗണപതി നമ. അവിഘ്നമസ്തു ഭഗവാൻ. വൈകാശി വിശാഖം തമിഴ് പഞ്ചാംഗത്തിലെ രണ്ടാമത്തെ മാസമാണ് വൈകാശി. ആ വൈകാശി മാസത്തിലെ വിശാഖം. മലയാള പഞ്ചാംഗം അനുസരിച്ച് ഇടവ മാസത്തിലെ വിശാഖമാണ് ഈ സുദിനം. ആദി ദേവനായ ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിൽ ജ്വലിച്ച അഗ്നിയിൽ നിന്നും മാനവരാശിക്ക് ഭീഷണിയായ അസുരന്മാരെ നിഗ്രഹിക്കാനായി അവതാരമെടുത്ത സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുനാളാണ് വൈകാശിയിലെ വിശാഖം. ജ്ഞാനപ്പഴം കൊണ്ട് ജ്ഞാനതത്വമേകിയവൻ, സർവസൈന്യാധിപൻ, പിതാവിന് തന്നെ പ്രണവത്തിന്റെ പൊരുൾ ഉപദേശിച്ചു കൊടുത്തവൻ, ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയപ്രദമാക്കി വരുന്നവൻ, അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ട ദിവസമാണിത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുനാളാണ് വൈകാശി വിശാഖം. ഇത്തവണ വൈകാശി വിശാഖം വരുന്നത് 2026 മെയ് മാസം 30 ശനിയാഴ്ചയാണ്. അന്നേ ദിവസം വ്രതമെടുത്ത് രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാലഭിഷേകം, പനിനീരഭിഷേകം, ഇളനീരഭിഷേകം, പഞ്ചാമൃത അഭിഷേകം എന്തെങ്കിലും വഴിപാടായിട്ട് നടത്താം. സുബ്രഹ്മണ്യന്റെ അനേകം നാമങ്ങളുള്ളതിൽ ഒന്നെങ്കിലും ജപിച്ച് അന്നത്തെ ദിവസം ഭഗവാനെ ഓർക്കുക. ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഭഗവാൻ കൊണ്ടുത്തരും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, അത് വിദ്യാർത്ഥിയാണെങ്കിലും ഉദ്യോഗാർത്ഥിയാണെങ്കിലും, ഇനി അതല്ല ഒരു ഗൃഹസ്ഥാശ്രമനാണെങ്കിൽ പോലും, അവൻ്റെ ജീവിതത്തിൽ നിത്യവും അവൻ നേരിടുന്ന വെല്ലുവിളികൾ പറയാൻ പറ്റാത്തതാണ്. അവൻ്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ അവന് എളുപ്പം തരണം ചെയ്യാൻ പറ്റുന്നതല്ല. കർമ്മകുശലതയും ബുദ്ധിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഇതൊക്കെ തരണം ചെയ്ത് പോകാനാകും. പക്ഷെ അവിടെയും ഒന്ന് വേണം, എന്താണ്? ദൈവാധീനം എന്ന ഭാഗ്യം. ഏറ്റെടുക്കുന്ന സർവ്വകാര്യങ്ങളിലും വിജയം സുനിശ്ചിതമാക്കിയ, വിജയപ്രദമാക്കി തീർക്കുന്ന ഭഗവാൻ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭവാബ്ദി ഗോഷ്പദമായി തരണം ചെയ്ത് പോകാം. എന്താണ് ഭവാബ്ദി ഗോഷ്പദം എന്ന് പറയുന്നത്? ഭവാബ്ദി എന്ന് പറഞ്ഞാൽ ഈ ജീവിതമാകുന്ന സാഗരത്തെ ഗോഷ്പദം, ഒരു ഗോവിന്റെ, ഒരു കുളമ്പടിയുടെ കുഴി പോലെ നമുക്ക് തരണം ചെയ്ത് പോകാമെന്ന്. അതിന് ഭഗവത് കടാക്ഷം വേണം. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ ഭജനം ആ ദിവസം നല്ലതാണ് എന്ന് പറയുന്നത്. സുബ്രഹ്മണ്യന്റെ അവതാരത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ഒന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ശുക്രാചാര്യരുടെ ശിഷ്യയായിരുന്ന മായ എന്ന അസുര സ്ത്രീയില് കശ്യപ മഹർഷിക്കുണ്ടായ 3 പുത്രന്മാരാണ് ശൂരപത്മൻ, താരകൻ, സിംഹമുഖൻ എന്നവർ. അവർ 3 പേരും കഠിനമായി തപസ് ചെയ്ത്, മഹാദേവനെ തപസ് ചെയ്ത് ഒരു വരം വാങ്ങി. മഹാദേവന്റെ പുത്രനല്ലാതെ മറ്റാരും ഞങ്ങളെ വധിക്കാൻ പാടില്ല എന്നുള്ള വരമാണ് വാങ്ങിയത്. വരം കിട്ടിയ ഈ 3 അസുര ജ്യേഷ്ഠ സഹോദരന്മാർ ത്രിലോകങ്ങളിലെയും കീഴടക്കി. അവർ അവരുടെ അക്രമങ്ങൾ ഈ 3 ലോകത്തും തുടർന്നു. നിവൃത്തിയില്ലാതെ ദേവന്മാര് പോയി മഹാദേവനെ കാണുന്നു. മഹാദേവൻ അല്പം ആലോചിച്ച് ധ്യാനത്തിലിരിക്കുന്നു. അങ്ങനെ മഹാദേവന്റെ പഞ്ചശിരസിൽ നിന്നും ഉത്ഭവിച്ച ജ്യോതിസ്, അത് കണ്ട് ധ്യാനത്തിലിരുന്ന പാർവതി ദേവിയുടെ ശിരസിൽ നിന്നും ഉത്ഭവിച്ച ഒരു ജ്യോതിസ്, ഈ 6 ജ്യോതിസ് വായു ഭഗവാനെ ഏൽപ്പിക്കുന്നു. വായു ഭഗവാൻ അത് കയ്യിലെടുത്തെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെ തീഷ്ണത കൊണ്ട്, അതിൻ്റെ ചൂടുകൊണ്ട് താങ്ങാൻ പറ്റാതെ അഗ്നി ഭഗവാന് കൈമാറി. അഗ്നി ഭഗവാൻ അത് ഗംഗയിൽ അർപ്പിച്ചു. ഗംഗയിൽ കിടന്ന് വെള്ളം തിളച്ച് ആവിയാവാൻ തുടങ്ങിയപ്പോൾ ഗംഗാമാതാവ് അത് ശരവണപ്പൊയ്കയിൽ സ്ഥാപിച്ചു. ശരവണപ്പൊയ്കയിലെ 6 താമരപ്പൂവിലേക്ക് വീണ ഈ ജ്യോതിസ് 6 ശിശുക്കളായി രൂപാന്തരപ്പെട്ടു. ഈ സമയത്ത് മഹാവിഷ്ണു കാർത്തിക നക്ഷത്രത്തിന്റെ അതിദേവതമാരായ കൃതികാദേവിമാരോട് ഈ ഉണ്ണികളെ സംരക്ഷിക്കാനും പോറ്റി വളർത്താനും പറയുന്നു. അങ്ങനെ കൃതികാദേവിമാര് ശരവണപ്പൊയ്കയിൽ വന്ന് ഈ 6 ഉണ്ണികളെയും പാലൂട്ടി വളർത്തി. മഹാദേവനും പാർവതീദേവി സമേതനായിട്ട് ഒരിക്കൽ ശരവണപ്പൊയ്കയിൽ എത്തിയപ്പോൾ ഈ 6 ഉണ്ണികളെ കാണാനിടയായി. ഈ 6 ഉണ്ണികളെയും പാർവതീദേവി വാത്സല്യത്തോടെ എടുത്ത് ചേർത്തപ്പോൾ ഒരു ഉടലായി 6 മുഖങ്ങളുമായി മാറി. അങ്ങനെ അവൻ അറുമുഖനായി. തൻ്റെ അവതാര ലക്ഷ്യം, ജീവിതത്തിൽ അവതാരമെടുത്തതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വിവരിച്ചപ്പോൾ പാർവതീദേവി ദിവ്യമായ ഒരു വേല് അറുമുഖന് സമ്മാനിച്ചു.
അങ്ങനെ അവൻ ശക്തിവേലായി വേലായുധനായി. നേരെ യുദ്ധത്തിനായി പുറപ്പെട്ടു. അവിടെ താരകനെയും സിംഹമുഖനെയും ക്ഷണനേരം കൊണ്ട് വധിച്ചു. ഇതറിഞ്ഞ ശൂരപത്മൻ തനിക്കിനി ആയുസ്സില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വലിയ വൃക്ഷത്തിന്റെ രൂപത്തിൽ ഒരു സ്ഥലത്തേക്ക് മാറി ഒളിച്ചു. എന്നാൽ ഇത് മനസ്സിലാക്കിയ സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ വേലിനാൽ ആ വൃക്ഷത്തെ കുത്തി രണ്ടാക്കി പിളർന്നു. രണ്ട് കഷ്ണമായി പോയി. ഒന്ന് ശിഖിയായും ഒന്ന് കുക്കുടമായും രൂപാന്തരപ്പെട്ടു. ശിഖി എന്നാൽ മയില്. അങ്ങനെ ഭഗവാൻ മയിലിനെ വാഹനമാക്കി. അങ്ങനെ മയിൽ വാഹനനായി. കുക്കുടത്തിനെ കൊടിയുടെ അടയാളവുമാക്കി മാറ്റി. ദേവകളും 3 ലോകത്തെ സമസ്ത ജീവജാലങ്ങളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയെ ദേവലോകത്തേക്ക് വരവേറ്റു. അന്ന് സുബ്രഹ്മണ്യ സ്വാമിയെ സർവ സൈനാധിപനായിട്ട് അവരോധിച്ചു. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി ഈ 3 ലോകത്തിൻ്റെയും രക്ഷകനായി. സുബ്രഹ്മണ്യ സ്വാമിക്ക് അനേകം നാമങ്ങളുണ്ട്. സുബ്രഹ്മണ്യൻ, കാർത്തികേയൻ, വേലായുധൻ, വള്ളിമണവാളൻ, ദേവസേനാപതി, ഷൺമുഖൻ, അറുമുഖൻ, ഗുഹൻ, സ്കന്ദൻ, മുരുകൻ, കുമാരൻ, അങ്ങനെ ഒരുപാട് നാമധേയങ്ങളുണ്ട്. 3 മൂർത്തികളുടെയും ആ ബ്രഹ്മതത്വം ഒളിഞ്ഞിരിക്കുന്ന ഒരു മൂർത്തിയാണ് മുരുകൻ. അതുകൊണ്ടാണ് മുകുന്ദനും രുദ്രനും കമലോത്ഭവനും ഉള്ള ആ ഒരു സ്വരൂപത്തെയാണ് മുരുകൻ എന്ന് നാമചൊല്ലി വിളിച്ചത്. ബ്രഹ്മണ്യം സുബ്രഹ്മണ്യനായത്, ആ ബ്രഹ്മണ്യം നിറഞ്ഞ പൈതലായതുകൊണ്ട് സുബ്രഹ്മണ്യൻ എന്ന് വിളിച്ചു. മഹാസേനൻ എന്ന് അഗ്നിഭഗവാൻ വിളിച്ചു. അദ്ദേഹമാണ് അതിന് ആ ജ്യോതിർസിനെ ഗംഗയിൽ എത്തിച്ചത്. ഗംഗാദേവിക്ക് അവൻ കുമാരനാണ്. ശരവണ പൊയ്കയിൽ വളർന്നതിനാൽ അവൻ ശരവണനാണ്. വള്ളിയെ വേലി കഴിച്ചവനായതുകൊണ്ട് അവൻ വള്ളി മണാളനാണ്. അങ്ങനെ ധാരാളം പേരുകളുണ്ട്. പാർവതിക്ക് അവൻ സ്കന്ദനാണ്. നവരാത്രിയിലെ 5-ാം നാൾ നമ്മൾ ദുർഗാദേവിയെ ഭജിക്കുന്നത് സ്കന്ദമാത എന്ന രൂപത്തിലാണ്. അന്ന് സ്കന്ദനെ മടിയിലിരുത്തുന്ന പാർവതി ദേവിയാണ് നമ്മൾ ഭജിക്കുന്നത്. പ്രണവതത്വം ഉപദേശിച്ച പുത്രൻ അവൻ ഗുഹനാണ് ശ്രീ പരമേശ്വരന്. അങ്ങനെ ഒരുപാട് നാമധേയങ്ങൾ മുരുകനുണ്ട്. പഴനിമലയുടെ മുകളിൽ ഇരുന്ന് സർവ്വസൈനാധിപൻ ഉറങ്ങാതെ ഈ നാടിനെ കാക്കുന്നു എന്നാണ് വിശ്വാസം. ആ സർവ്വസൈനാധിപനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് ഏറ്റെടുത്ത കാര്യങ്ങളും വിജയത്തിലെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മുരുകനെ പ്രത്യേകിച്ച് ഈ ദിവസത്തിൽ ഭജിക്കാനായി പറയുന്നത്. വൈകാശി വിശാഖം എന്ന ഈ പ്രത്യേക ദിവസത്തിൽ രാവിലെ കുളിച്ച് വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ശ്രേയസ്കരമാണ്. സർവകാര്യസിദ്ധിക്ക് ഏറ്റവും ഉത്തമമായ വഴിപാടാണ്. ചൊവ്വാദശാകാലത്ത് സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു ദശാകാലത്ത് ചൊവ്വയുടെ അപഹാരമുള്ള സമയത്തും സുബ്രഹ്മണ്യ സ്വാമിയെ അഭയം പ്രാപിച്ചാൽ ആ ചൊവ്വയുടെ കാഠിന്യങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും. ജ്യോതിഷം എന്ന ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് മുരുകനാണ് ജ്യോതിഷം എന്ന ശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തത്. 80,000 ശ്ലോകമുള്ള സ്കന്ദപുരാണത്തില് ഭഗവാനെ കുറിച്ച് ഒരുപാട് വർണ്ണനകളുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഈ വൈകാശി വിശാഖത്തില് ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർവ്വവിജയം ഭവിക്കാനായി ഞാൻ എൻ്റെ എളിയ പ്രഭാഷണം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്നു. ഹരഹരോ ഹരഹര.